കെഎസ്ആർടിസിയിലെ അകാല മരണങ്ങളിൽ അന്വേഷണം നടത്തി തിരുത്തൽ നടപടികൾ സ്വീകരിക്കണമെന്ന് ട്രാൻസ്പോർട്ടേഴ്സ് എംപ്ലോയീസ് സംഘം. മാർച്ച് 1 സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ ബാഷ്പാഞ്ജലി സംഘടിപ്പിക്കും. കഴിഞ്ഞ 2 മാസത്തിനിടെ മരിച്ച കെഎസ്ആർടിസി ജീവനക്കാരുടെ എണ്ണം 17 ആണ്. അമിതമായ ജോലിഭാരവും ശിക്ഷാ നടപടികൾ സൃഷ്ടിക്കുന്ന മാനസിക സമ്മർദ്ദവുമാണ് അകാല മരണങ്ങൾക്ക് കാരണം. സംസ്ഥാന സർക്കാർ തൊഴിലാളികളെ കൊലയ്ക്കു കൊടുക്കുകയാണെന്നും അകാല മരണങ്ങളിൽ കേന്ദ്ര സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷണം നടത്തണമെന്നും BMS ജനറൽ സെക്രട്ടറി S. അജയ്കുമാർ പറഞ്ഞു. ഈ മരണങ്ങൾ ഈ KSRTC നടന്നു വരുന്ന ഈ കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ 17 പേർ വരെ ഏറ്റവും വലിയ കണക്കാണ് ഞങ്ങൾ പറയുന്നത്. കഴിഞ്ഞ 8.5 വർഷമായി ഉള്ള കണക്കെടുത്താൽ അത് ഇന്ന് ഇവിടെ ഇരുന്ന് പറഞ്ഞാൽ തീരാത്ത എണ്ണം വരും ഓരോരുത്തരുടെ പേരുകൾ. അപ്പോൾ അതുകൊണ്ട് ഇത് കേരളത്തിലെ മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷിക്കണമെന്നും കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എംപ്ലോയീസ് സംഘം മുന്നോട്ട് വന്നിരിക്കുകയാണ്. ജോലിഭാരം കാരണം വലിയ ബുദ്ധിമുട്ടാണ് ജീവനക്കാർ നേരിടുന്നത്. കൃത്യസമയം ശമ്പളം ലഭിക്കാതായതോടെ വലിയൊരു ശതമാനം ജീവനക്കാരും പ്രതിസന്ധിയിലാണ്. സാമ്പത്തിക അരക്ഷിതാവസ്ഥയും വിദൂര സ്ഥലങ്ങളിലേക്കുള്ള സ്ഥലം മാറ്റവും അടക്കം ജീവനക്കാരെ വലിയ രീതിയിലാണ് പ്രതിസന്ധിയിലാക്കുന്നത്. ഇതിനെതിരെ മാർച്ച് 1 സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ ബാഷ്പാഞ്ജലി സംഘടിപ്പിക്കുമെന്നും ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് സംഘം അറിയിച്ചു. ഈ വരുന്ന മാർച്ച് മാസം 1-ാം തീയതി ഞങ്ങൾ പ്രതിഷേധ ബാഷ്പാഞ്ജലി എന്ന ഒരു പ്രോഗ്രാം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള KSRTCയുടെ എല്ലാ ഡിപ്പോയിലും ഞങ്ങൾ ആചരിക്കുകയാണ്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.